ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് യാത്ര ചെയ്ത് ഛത്തീസ്ഗഡിൻ്റെ ജഗദൽപൂരിൽ എന്ന സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ 1-2 ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഛത്തീസ്ഗഡിൻ്റെ മറ്റൊരു ജില്ലയായ ചിത്രകൂട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടുത്തെ ഒരു ആദിവാസി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. 2-3 ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ട് ആദിവാസി ഗ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ യാത്രയുടെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കുന്നതിലെല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പിക്ചർ കാണിക്കാം. ഓക്കെ, കാട്ടിനകത്തൂടിയാണ് പോകുന്നത്. ഇതാണ് വഴി. ഇതിനകത്തൂടി വേണം നമ്മൾ നേരെ പോകേണ്ടത്. വിജനമായ സ്ഥലമാണ്. എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ മുമ്പേ പോകുന്നു. ഇവിടെയുള്ള ആൾക്കാരാണ്, അവരാണ് കൊണ്ടുപോകുന്നത്. 1-2 പേര് മുമ്പേ പോയി. ഞങ്ങൾ 4-5 പേര് ചേർന്നാണ് വന്നത്. അപ്പോൾ ഇതിനകത്തോടി അപ്പുറത്ത് മലയിൽ പോകണം. അപ്പുറത്ത് മലയിൽ ഒരു ആദിവാസി ഗ്രാമമുണ്ട്. അവിടെ ആൾക്കാരോട് സുവിശേഷം അറിയിക്കാനായിട്ട് കടന്നു പോവുകയാണ്. അവിടെ ഒത്തിരി പേര് യേശുവിനെ അറിഞ്ഞവരുണ്ട്. ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ശംധരാജര വൈഡാരഗതം ജഗരം ദിവിരി വൈഡേരഗതം. ഹല്ലേലൂയ. ഭയങ്കര ദുർഘടമായ പാതയാണ്. രാത്രിയൊക്കെ ഇനി തിരിച്ച് ഈ വഴി എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ നേരെ ഇരുട്ടി. പക്ഷേ എങ്കിലും വളരെ സൂക്ഷിച്ച് പോകുന്നു. അപ്പോൾ ബാക്കിലോട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് വരെ ആരും കടന്നു ചെല്ലാത്ത സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആരും ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടില്ല. ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് ഞാൻ വരുന്നത്. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് കൃപയാലൊരു എൻട്രി കിട്ടി. അങ്ങനെ ഇവിടെ വരികയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ജനത്തോട് സുവിശേഷം അറിയിക്കാൻ ഒരു നദി താണ്ടി വേണം അപ്പുറത്ത് പോകാൻ. അപ്പുറത്ത് കാടാണ്. കണ്ടോ, കാടാണ്. ഛത്തീസ്ഗഡ് മുഴുവനും കാടാണ്. അപ്പോൾ ഒരു നദി താണ്ടി വേണം അങ്ങോട്ട് പോകാൻ. ആ വലിയ നദിയാണ് കാണുന്നത്. കണ്ടോ, ആ നദിയാണ് കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ നദി ഇനി താണ്ടി അപ്പുറത്ത് പോകണം. അപ്പോൾ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ, ഈ പാതയിലൂടെയാണ് കടന്നു വരുന്നത്. എല്ലാം മുകളിലോട്ട് കാടാണ്, മുൾക്കാടുകളാണ്. അത്രയും വളരെ ദുർഘടമായ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടോ, ഗോ ഗോ, നോ പ്രോബ്ലം. യെസ്, വിൽ കം. ആമേൻ. ഗ്ലോറി ടു ജീസസ്. യേശു മസീഹ് की, യേശു മസീഹ് की, യേശു മസീഹ് की. बोलो യേശു മസീഹ് की, बोलो യേശു മസീഹ് की. അപ്പുറത്തെ കരയിൽ നിന്ന് വിളിക്കുകയാണ് ആൾക്കാർ. തരാം. ഹല്ലേലൂയ. കണ്ടോ, വളരെ പരിതാപത്തോടു കൂടിയാണ്, വളരെ പ്രയാസത്തോടു കൂടിയാണ് സുവിശേഷ വേല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സേഫ് സോണിൽ നമുക്കൊരിക്കലും സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. സേഫ് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണം പറയാം. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാം, ദൂത് വിളിച്ച് പറയാം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രൗണ്ടിൽ, പ്രാക്ടിക്കൽ ലെവലിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് യേശുവിന് വേണ്ടി ഹല്ലേലൂയ റൂഢ ഷേക്കേൽ. കണ്ടോ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ കണ്ടോ, ഓരോരുത്തരും വളരെ പ്രയാസത്തിലാണ് ഇതിനകത്ത് കൂടി നടന്നു പോകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ, ഈ വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. ഇതൊന്നും നമുക്കൊരു പ്രതിഫലം ദൈവം തരാതിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓടുകീറേൻ, நான் ஓடுகிறேன் என் இயேசுவுக்காய். ஓடுகிறேன் ஓடுகிறேன் நான் ஓடுகிறேன்
എൻ്റെ യേശുവിനായി ഓടുകിറേൻ. ഓടിടുന്നു, ഞാൻ ഓടിടുന്നു, എൻ്റെ യേശുവിനായോടിടുന്നു. എത്തനകൾ എതിരു വന്നാലും വിശ്വാസത്തിൽ நான் அமைந்திருப்பே. எனக்காக உன் நியம் விட்டு. ആണ്ടവരേ ഉമക്ക് നന്ദി. യേശുവേ, ഈ ഗ്രാമങ്ങളെല്ലാം നീ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് സൈഡിലും കാടാണ് കണ്ടോ, ഇതുപോലത്തെ കാടാണ്. ഇതിനകത്തോട് ഇനി തിരിച്ചതെങ്ങനെ? ഇന്ന് മണി ഇപ്പോൾ തന്നെ 5:30 മണിയായി. നേരെ ഇരുട്ടി തുടങ്ങി. അങ്ങനെ ദൂരെ എൻ്റെ സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തേരെ മോരോസോ ഗൗരവ് മോരോ മോരോസോ. യേശു തേരെ മോരോസോ ഗൗരവ് മോ. താഴത്തെ ലെവലിലെത്തിയിരിക്കുകയാണ്. Come faster, Father, Jesus, glory. ഞങ്ങള് താഴെ എത്തി. യെസ്, ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി. ജോൺസൺ പാസ്റ്റർ नहीं? Come fast. Again 2 kilometers father. Go. 2 kilometers. Again? Last destination. 2 kilometer. ഇനിയും 2 കിലോമീറ്റർ. അയ്യോ. Hello. കൊട്ടിയാക്കണ ഇത് ചാവറല്ലേ പാരി. ഹലോ. അപ്പോൾ ഇവിടെ ഈ വീഡിയോ കട്ട് ചെയ്യുകയാണ്. ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. രാവിലെ ഇറങ്ങിയതാണ്, മുഖമൊക്കെ നല്ല തളർന്നു പോയി. ആഹാരമൊക്കെ ഇനി പോയിട്ട് വേണം കഴിക്കാൻ. ഈ പ്രായത്തിലും സുവിശേഷ വയലിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുവാൻ സ്വർഗം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. വളരെ പ്രതികൂലങ്ങളിലൂടെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഇന്ന് വരെ ആരും എത്താത്ത ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അതൊരു ആദിവാസി ഗ്രാമമാണ്. ഇനിയും 2 കിലോമീറ്ററുകൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. തിരിച്ചെപ്പോഴെത്തുമെന്ന് അറിയത്തില്ല. ഈ വഴി കൂടി തന്നെ തിരിച്ചു വരണം. രാത്രിയാകും, അവരാരും കൊണ്ടാക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.